കേരളത്തിലെ ഏറ്റവും വിശിഷ്ടവും അത്ഭുതകരവുമായ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രം. ചെങ്ങന്നൂർ ശിവപാർവതി ക്ഷേത്രം എന്നും ചെങ്ങന്നൂർ ഭഗവതി ക്ഷേത്രം എന്നും അറിയപ്പെടുന്ന ഈ മഹാക്ഷേത്രം പരമശിവനും ശ്രീപാർവതിയും ഒരേ ശ്രീകോവിലിൽ അർദ്ധനാരീശ്വര സങ്കല്പത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന അപൂർവ ക്ഷേത്രങ്ങളിൽ ഒന്നാണ്. 108 ശിവാലയങ്ങളിൽ ഉൾപ്പെടുന്ന ഈ ക്ഷേത്രം പരശുരാമൻ പ്രതിഷ്ഠ നടത്തിയതാണെന്നാണ് ഐതിഹ്യം. എന്നാൽ ഇവിടെ മഹാദേവനേക്കാൾ കൂടുതൽ ഭക്തജനങ്ങളുടെ ആരാധനയും പ്രാധാന്യവും ലഭിക്കുന്നത് ചെങ്ങന്നൂർ അമ്മയ്ക്കാണ്. പുരാണ കഥകൾ പ്രകാരം ഒരു പുലയ സ്ത്രീ പുല്ലു ചെത്തുന്നതിനിടെ അരിവാൾ മൂർച്ച കൂട്ടുന്നതിനായി കല്ലിൽ ഉരച്ചപ്പോൾ അതിൽ നിന്ന് രക്തം പ്രവഹിക്കുകയുണ്ടായി. വിവരം അറിഞ്ഞ വഞ്ഞിപ്പുഴ തമ്പുരാനും താന്ത്രികരും സ്ഥലത്തെത്തി പരിശോധിച്ചപ്പോൾ അത് സ്വയംഭൂ ശിവലിംഗമാണെന്ന് മനസ്സിലായി. പ്രത്യേക അഭിഷേകങ്ങൾ നടത്തിയ ശേഷമാണ് രക്തപ്രവാഹം നിലച്ചത്. പിന്നീട് അവിടെ ക്ഷേത്രം നിർമ്മിക്കപ്പെടുകയും പെരുന്തച്ചൻ ക്ഷേത്ര നിർമ്മാണത്തിൽ നിർണായക പങ്കുവഹിച്ചു എന്ന ഐതിഹ്യവും ഇന്നും നിലനിൽക്കുന്നു. ചെങ്ങന്നൂരമ്മയെക്കുറിച്ചും നിരവധി വിശ്വാസങ്ങളുണ്ട്. മധുര ദഹിപ്പിച്ച കണ്ണകി ഇവിടെ വിശ്രമിച്ച് തപസ് അനുഷ്ഠിച്ചു എന്നാണ് ഒരു വിശ്വാസം. അതുകൊണ്ട് തന്നെ മഹാകാളി ഭാവത്തിലും ദേവിയെ ആരാധിച്ചു വരുന്നു. ഈ ക്ഷേത്രത്തിലെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ലോകപ്രശസ്തമായ തൃപ്പൂത്താറാട്ട്. അസമിലെ കാമാഖ്യ ക്ഷേത്രത്തിലെ പോലെ ചെങ്ങന്നൂരമ്മ രജസ്വലയാകുന്നു എന്ന വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ചടങ്ങ് നടത്തുന്നത്. ഭഗവതിയുടെ ഉടയാടയിൽ രജസ്വലയുടെ ലക്ഷണം കാണുമ്പോൾ പ്രത്യേക ചടങ്ങുകൾ ആരംഭിക്കുകയും 4-ാം ദിവസം പമ്പാ നദിയിൽ വിശേഷ ആറാട്ട് നടത്തുകയും ചെയ്യുന്നു. ഈ ദിവസങ്ങളിൽ ആയിരക്കണക്കിന് ഭക്തരാണ് ക്ഷേത്രത്തിലെത്തുന്നത്. ധനുമാസത്തിലെ തിരുവാതിരയിൽ ആരംഭിച്ച് മകരമാസത്തിലെ തിരുവാതിരയിൽ സമാപിക്കുന്ന 28 ദിവസത്തെ മഹോത്സവവും ഈ ക്ഷേത്രത്തിന്റെ മറ്റൊരു അപൂർവതയാണ്. ശിവരാത്രി ദിനത്തിലെ പരിശം വയ്പ് ചടങ്ങും ഏറെ പ്രസിദ്ധമാണ്. ചരിത്രവും വിശ്വാസവും ഐതിഹ്യങ്ങളും ഒത്തുചേരുന്ന ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രം ഇന്നും ലക്ഷക്കണക്കിന് ഭക്തരുടെ വിശ്വാസ കേന്ദ്രമായി നിലകൊള്ളുന്നു. ചെങ്ങന്നൂരപ്പന്റെയും ചെങ്ങന്നൂരമ്മയുടെയും അനുഗ്രഹം തേടി ദിവസേന അനേകം ഭക്തജനങ്ങൾ ഇവിടെ എത്തിച്ചേരുകയും ചെയ്യുന്നു. ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രത്തിൽ പോയിട്ടുള്ളവര് നിങ്ങൾക്ക് ഈ ഒരു അമ്പലത്തെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്.